നമസ്കാരം. സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. രേഖകളില്ലാതെ KSRTC ബസ്സിൽ കടത്തിയ 51 ലക്ഷം രൂപ പിടികൂടി. പന്നിയങ്കര ടോൾ പാസിക്ക് സമീപത്ത് വെച്ചാണ് പണം പിടിച്ചെടുത്തത്. പണം കൊണ്ടുവന്നത് മഹാരാഷ്ട്ര സ്വദേശി. UDFനെ സഹായിക്കാനാണ് LDF സരിനെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJP വിജയം ഉറപ്പാണെന്നും K. സുരേന്ദ്രൻ. വിധിയെഴുതി ചേലക്കര. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കര നിയോജകമണ്ഡലത്തിൽ കനത്ത പോളിംഗ്. ഫലമറിയാൻ 10 ദിവസത്തെ കാത്തിരിപ്പ്. ആഘോഷ നിറവിൽ കൽപ്പാത്തിയിൽ രഥപ്രയാണം ആരംഭിച്ചു. ഒന്നാം തേരുത്സവത്തിൽ ആയിരങ്ങൾ. ദേവരഥ സംഗമം വെള്ളിയാഴ്ച നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. വാർത്തകൾ വിശദമായി. വടക്കഞ്ചേരി ടോൾ പ്ലാസയ്ക്ക് സമീപം മതിയായ രേഖകളില്ലാതെ KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന 51 ലക്ഷം രൂപയുമായി മഹാരാഷ്ട്ര സ്വദേശി വടക്കഞ്ചേരി പോലീസിന്റെ പിടിയിൽ. വടക്കഞ്ചേരിയിൽ KSRTC ബസ്സിൽ രേഖകളില്ലാതെ കടത്തിയ 51 ലക്ഷം രൂപയാണ് പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പണം പിടിച്ചെടുത്തത്. മഹാരാഷ്ട്രയിലെ സംഗിൽ ജില്ലയിൽ 32 വയസ്സുള്ള ചന്ദ്രകാന്ത് പ്രതാപാണ് പണം കടത്തിയത്. ഹൈവേ പോലീസും വടക്കഞ്ചേരി പോലീസും ചേർന്നാണ് പണം പിടിച്ചത്. ഇയാളിൽ നിന്നും ലഭിച്ച 50,96,000 രൂപ ആദായ നികുതി വകുപ്പിന് കൈമാറി. തൃശൂരിൽ സ്വർണ്ണ വ്യാപാര ആവശ്യത്തിനായാണ് പണം കൊണ്ടുപോകുന്നതെന്ന് ചന്ദ്രകാന്ത് പ്രതാപ് പോലീസിനോട് പറഞ്ഞു. UDFനെ സഹായിക്കാനാണ് LDF സരിനെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. പാലക്കാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM-ൽ നിന്ന് ഒരു ഭീഷണി, ഏത് ഭീഷണി നിങ്ങൾക്ക് വന്നാലും കേരളത്തിൽ നിങ്ങൾക്ക് യാതൊരു ഭയവും ആവശ്യമില്ല. ഇ.പി. ജയരാജൻ പറഞ്ഞെടുത്ത് ഉറച്ചു നിൽക്കണമെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇദ്ദേഹം മുതിർന്ന നേതാവാണ്, LDFന്റെ കൺവീനറായിരുന്നു. അദ്ദേഹത്തെ ഒരു എന്തിൻ്റെ പേരിലാണ് മാറ്റിയത്? പ്രകാശ് ജാവ്ദേക്കറുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയെന്നുള്ളതിൻ്റെ പേരിലാണ് ഇ.പി. ജയരാജനെ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. പക്ഷേ ഏത് പാർട്ടിയിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും വരുന്ന ആൾക്കാർക്ക് ടിക്കറ്റ് കൊടുക്കുന്ന ഒരു പാർട്ടി ഇ.പി. ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ 5 മിനിറ്റ് കണ്ടത് വലിയ അപരാധമായി എന്നാണ് പറയുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJPയുടെ വിജയം ഉറപ്പാണെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. CPIM-നെതിരെ കടുത്ത വിമർശനമാണ് ഇ.പി. ജയരാജൻ ഉന്നയിച്ചതെന്നും ജയരാജന് എല്ലാവിധ സംരക്ഷണവും നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് 72.22% പോളിംഗ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കര മണ്ഡലത്തിൽ 72.22% പോളിംഗ് രേഖപ്പെടുത്തി. ആകെ 2,13,103 വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. 150 ബൂത്തുകളിലും രാവിലെ മുതൽ തന്നെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് കൊണ്ടയൂർ വിദ്യാസാഗർ ഗുരുകുലം സ്കൂളിലെ 25-ാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തു. BJP സ്ഥാനാർത്ഥി K. ബാലകൃഷ്ണൻ പാമ്പാടി സ്കൂളിലെ 116-ാം നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് മണ്ഡലത്തിൽ വോട്ടില്ല. കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ച് പാലക്കാട് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 20-ലേക്ക് മാറ്റിവച്ചിരുന്നു. ഈ മാസം 23-നാണ് ഫലപ്രഖ്യാപനം. മണ്ഡലത്തിലെ പരമാവധി ബൂത്തുകളിൽ ഓടിയെത്തി ഒന്ന് പ്രവർത്തകരെയും കാണണം, പിന്നെ പോളിംഗ് സ്റ്റേഷനിൽ ഒന്ന് കയറി നോക്കണം എന്നുണ്ട്. അത് കൂടുതൽ ബൂത്തുകൾ ഉള്ളതുകൊണ്ട് പറ്റുന്ന സ്ഥലങ്ങളിൽ പരമാവധി എത്തി ഒന്ന് കാണുക എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. മുനമ്പം നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കേരള കോൺഗ്രസ് എം ഐക്യദാർഢ്യ ജ്വാല തെളിയിച്ചു. റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് കുടയിറക്കു ഭീഷണിയിൽ കഴിയുന്ന മുനമ്പം പ്രദേശവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരള കോൺഗ്രസ് എം തരൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വടക്കഞ്ചേരി ടൗണിൽ ഐക്യദാർഢ്യ ജ്വാല തെളിയിച്ചത്. മന്നം ജംഗ്ഷനിൽ നടന്ന പരിപാടി കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി തോമസ് ജോൺ കാരുവള്ളി ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് സണ്ണി നടയത്ത് അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം ജോസഫ് മറ്റത്തിൽ, ജില്ലാ സെക്രട്ടറി ബിജു പുലിക്കുന്നിൽ, നിയോജക മണ്ഡലം സെക്രട്ടറി ജോൺ മണക്കളം, മണ്ഡലം പ്രസിഡന്റുമാരായ ജെയിംസ് പടമാടൻ, സുനിൽദാസ്, ജോയ് കുന്നത്തേടത്ത്, രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. TB ജംഗ്ഷനിൽ നിന്നും ഐക്യദാർഢ്യ തിരിതെളിയിച്ച് പ്രകടനമായാണ് പ്രവർത്തകർ എത്തിയത്. മറ്റു നിയമ മൂലാമാലകളില്ലാതെ ഏറ്റെടുത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തിന് കൈകാര്യം ചെയ്യുവാനുള്ള അവകാശമാണ്. ഈ നിയമം ആദ്യമായി വന്നത് 1954-ലാണ്. 1954 എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കേവലം 7 വർഷം പോലും തികഞ്ഞിട്ടില്ല. ഈ സമയത്താണ് ഈ നാട് വിട്ട് പലായനം ചെയ്ത് പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിമുകളെ പോലെ തന്നെ ഈ നാട്ടിൽ അഭയം തേടി വന്ന അവരുടെ സ്ഥലം ഇവിടെ വെറുതെ കിടക്കുമ്പോൾ ആ അഭയം തേടി വന്നിരിക്കുന്ന മറ്റു പലയിടത്തു നിന്നും വന്നിരിക്കുന്ന മുസ്ലിമുകൾക്ക് ജീവിക്കാൻ കിടക്കാൻ ഒരു സ്ഥലമില്ലാത്ത സാഹചര്യമുണ്ടായപ്പോൾ ഭ്രാന്തദർശിയായ അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി ഉയർത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ അവതരിപ്പിച്ച ഒരു ബില്ലിൻ്റെ ചുവട് പിടിച്ചാണ് വഖഫ് ബോർഡ് രൂപീകരിക്കപ്പെട്ടത്. വഖഫ് ബോർഡിലെ
നിയമമനുസരിച്ച് അതിലെ എല്ലാ അംഗങ്ങളും നമ്മുടെ മറ്റു ബോർഡുകളിലെ പോലെ തന്നെ ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് പോലെയുള്ള ബോർഡുകളിലെ പോലെ തന്നെ അതിലെ എല്ലാ അംഗങ്ങളും മുസ്ലിം മതവിശ്വാസത്തിൽപ്പെട്ടവരായിരിക്കണം. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാന സബ് ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ പാലക്കാട് ജില്ലാ ടീമിന് കിഴക്കഞ്ചേരിയിൽ സ്വീകരണം നൽകി. സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ച പാലക്കാട് ജില്ലാ സബ് ജൂനിയർ വോളിബോൾ ടീമിനും പരിശീലകർക്കും വോളി ക്ലബ് മമ്പാടിന്റെ ആഭിമുഖ്യത്തിലാണ് കുണ്ടുകാട് വെച്ച് സ്വീകരണം നൽകിയത്. മുൻമന്ത്രി KE ഇസ്മായിൽ വോളിബോൾ താരങ്ങളെ അനുമോദിച്ചു. കഴിഞ്ഞ 3 കൊല്ലമായി ഇത് ആരംഭിച്ചിട്ട് അണ്ടർ-14 മത്സരം നമ്മൾ 2-3 സ്ഥാനങ്ങളാണ് ഇതിന് മുമ്പ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നമ്മുടെ ചുണക്കുട്ടികളായ ആൺകുട്ടികൾ 1-ാം സ്ഥാനം തന്നെ കരസ്ഥമാക്കി ഈ പ്രാവശ്യം. അത് തീർച്ചയായിട്ടും ബഹുമാനത്തിന് വക നൽകുന്നുണ്ട്. പെൺകുട്ടികളുടെ മത്സരത്തിൽ ഈ പ്രാവശ്യം നമുക്ക് 3-ാം സ്ഥാനമാണ് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഭാവിയിൽ തീർച്ചയായിട്ടും അവരും ഈ സ്ഥാനത്തിൻ്റെ അർഹരാണ് എന്ന് തെളിയിക്കപ്പെടുന്നതാണ്. കുട്ടികൾക്ക് ആവശ്യമായ പരിശീലനം നൽകാനും അതിനാവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനും അതിനെല്ലാവിധ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുന്നതിലും മമ്പാട് സ്കൂളും കോച്ചും മാനേജ്മെൻറ്റും ഹെഡ് മാഷും അങ്ങനെ എല്ലാ ഘടകങ്ങളും ഒത്തുചേർന്നത് കൊണ്ടാണ് കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി ഈ രംഗത്ത് മറ്റ് പല വിദ്യാഭ്യാസ സ്ഥാപനത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു കായിക നിലവാരം പുലർത്തുന്ന ഒരു വിദ്യാർത്ഥികളെ നമുക്ക് ഇവിടെ അണിയിച്ചൊരുക്കാൻ കഴിയുന്നത് തന്നെ അതുകൊണ്ടാണ്. കേരകേസരി CR ഭവദാസ്, ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി KE ബൈജു, വോളിബോൾ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം സുദേവൻ മാസ്റ്റർ, ബിന്ദു ടീച്ചർ, പ്രസാദ് മാസ്റ്റർ, ശിവദാസ് തച്ചക്കോട്, P മോഹനൻ, അഷ്റഫ് എന്നിവർ സംസാരിച്ചു. കിഴക്കഞ്ചേരി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ടീമിന് സ്വീകരണവും ലഭിച്ചു. വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ ചെറുതുരുത്തിയിൽ വെച്ച് പണം പിടികൂടിയ സംഭവത്തിൽ അനിൽ അക്കരെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയെന്ന് പ്രമുഖ വ്യവസായി CC ജയൻ. അനിൽ അക്കരയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും CC ജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സംഭവത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയ അനിൽ അക്കരെ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തനിക്ക് രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ലെന്നും CC ജയൻ പ്രതികരിച്ചു. യഥാർത്ഥത്തിൽ ഇന്നലെ പിടിച്ച 20 ലക്ഷം രൂപ മിനിഞ്ഞാന്ന് കനറ ബാങ്കിന്റെ കൊളപ്പള്ളി ബ്രാഞ്ചിൽ നിന്നും 25 ലക്ഷം രൂപ വിത്ഡ്രോ ചെയ്ത് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് പോവുകയായിരുന്നു. അപ്പൊ ആ പോകുന്ന വഴിക്കാണ് കൊണ്ടുപോകുന്നതിന് നമ്മൾ ബാങ്കിന്റെ ലെറ്റർ ഉണ്ടായിരുന്നു. ആ പോകുന്ന വഴിക്കാണ് ചെറുത്തി വെച്ച് പോലീസ് ചെക്ക് ചെയ്തു. അപ്പൊ സീറ്റിന്റെ മുകളിൽ ഓപ്പണായിട്ട് വെച്ചിരുന്ന പൈസ ആയിരുന്നു. അപ്പൊ അവർ രാവിലെ പോലീസുകാർ കൈ കാട്ടിയപ്പോൾ തന്നെ നമ്മൾ ആ ലെറ്റർ എടുത്ത് കാണിച്ചു കൊടുത്തു. ശരി, കുഴപ്പമില്ലാന്നും പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴാണ് ആ വീഡിയോ ആയിരുന്നു അവിടെ ചാർജ്. ആ വീഡിയോ ഇത്രയും കൂടുതൽ പൈസകളെ കൊണ്ടുപോയി ടൈമിൽ പറ്റുമെന്ന് നാളെ ഇലക്ഷൻ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരാരെ വിളിച്ചിട്ട് അങ്ങനെ ഇങ്ങോട്ട് ടാക്സുകാർ വരികയുണ്ടായിരുന്നു. ആഘോഷത്തറവിൽ കൽപ്പാത്തിയിൽ രഥപ്രയാണം ആരംഭിച്ചു. 1-ാം തേരുത്സവത്തിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. ദേവഭൂമിയായി മാറിയ കൽപ്പാത്തിയിൽ 1-ാം തേരുത്സവം ആഘോഷിച്ചു. ദേവരഥങ്ങളെ വരവേറ്റ് കൽപ്പാത്തി ഗ്രാമം. വിശാലാക്ഷി സമേത വിശ്വാസസ്വാമി ക്ഷേത്രത്തിലെ ശിവപാർവതിയും ഗണപതിയും വള്ളി ദൈവാന സമേത സുബ്രഹ്മണ്യസ്വാമിയും തേരിലേറി ഗ്രാമപ്രദക്ഷിണം ആരംഭിച്ചു. പുതിയ കൽപ്പാത്തി മന്നക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ചയാണ് രഥാരോഹണം. തുടർന്ന് മന്നക്കര ഗണപതിയും പ്രദക്ഷിണ വഴിയിലേക്കിറങ്ങും. 3-ാം തേരുത്സവമായ വെള്ളിയാഴ്ചയാണ് പ്രസിദ്ധമായ ദേവരഥ സംഗമം. ലക്ഷ്മീനാരായണ പെരുമാൾ, ചാത്തപുരം, പ്രസന്ന മഹാഗണപതി ക്ഷേത്രങ്ങളിൽ രഥാരോഹണം ത്രിസന്ധിയിൽ തേരുമുട്ടിയിൽ സംഗമിക്കും.
കൽപ്പാത്തി രഥോത്സവം വെള്ളിയാഴ്ച നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ച് നവംബർ 15 വൈകിട്ട് 5 മുതൽ രാത്രി 10 വരെ ഒലവക്കോട് ശേഖരീപുരം കൽമണ്ഡപം ബൈപ്പാസ് റോഡിൽ ഇനി പറയുന്ന രീതിയിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് ട്രാഫിക് എൻഫോഴ്സ്മെന്റ് വിഭാഗം അറിയിച്ചു. വാളയാർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന കാർ, ഗാഡി, ഗ്യാസ് ടാങ്കറുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ പാലക്കാട് വാളയാർ ടോൾ പ്ലാസയിലോ ഹൈവേയിലുള്ള മറ്റു പാർക്കിംഗ് ഉള്ള ഭാഗത്തോ നിർത്തിയിടേണ്ടതാണ്. മറ്റു വാഹനങ്ങൾ KSRTC എന്നിവ മേലാമുറി, പറളി, മുണ്ടൂർ വഴി പോകേണ്ടതാണ്. കോഴിക്കോട് മണ്ണാർക്കാട് ഭാഗത്തു നിന്നും വാളയാർ ഭാഗത്തേക്ക് പോകുന്ന കാർ, ഗാഡി, ഗ്യാസ് ടാങ്കർ എന്നീ വലിയ വാഹനങ്ങൾ മുണ്ടൂർ ഭാഗത്ത് നിർത്തിയിടേണ്ടതും മറ്റു വാഹനങ്ങൾ മുണ്ടൂർ, കൂട്ടുപാത, പറളി വഴി പാലക്കാട് പ്രവേശിച്ച് കൽമണ്ഡപം, ചന്ദ്രനഗർ വഴി പോകേണ്ടതുമാണ്.